നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹിമാലയത്തിന്റെ ഭാഗമായുള്ള ഹിമാദ്രിയാണ്. LGS മെയിൻ ടോപ്പിക്കാണ്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് LGS ഉള്ളവർ പഠിക്കുക. ഹിമാദ്രിയാണ്. നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാലയത്തിന് ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. നേരെ മുകളിലോട്ടല്ലേ സുഹൃത്തുക്കളെ നമ്മൾ നോർത്ത് എപ്പോഴും മാർക്ക് ചെയ്യുന്നത്? നേരെ മുകളിലോട്ടാണ് നോർത്തും അല്ലെങ്കിൽ വടക്ക് മാർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണും, ഈ ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഹിമാദ്രി എന്ന് പറയുന്നത്. അപ്പോൾ താഴെ നിന്നും മുകളിലേക്ക് പോകുന്തോറും നമ്മുടെ ഹിമാലയത്തിന്റെ വടക്ക് വശത്തേക്കല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇന്ത്യയുടെ മുകളിലേക്ക് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വടക്ക് വശത്തേക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഹിമാലയത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും നമ്മൾ മുകളിലോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഹിമാലയത്തിന്റെ വടക്കു വശത്തേക്ക് നടന്നു തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെത്തുമ്പോഴാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ഹിമാദ്രിയെ കാണാൻ കഴിയുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. ഇതാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാദ്രി എവിടെയാ സ്ഥിതി എന്ന് ചോദിച്ചാല് നമ്മുടെ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കായിട്ടാണ് കാണപ്പെടുന്നത്. കണ്ടോ, ഏറ്റവും വടക്ക് വശമല്ലേ സുഹൃത്തുക്കളെ? ഏറ്റവും വടക്കേറ്റത്തല്ലേ കിടക്കുന്ന ഹിമാദ്രി. അപ്പോൾ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. കണ്ടോ, ഇന്നർ ഹിമാലയം അല്ലേ സുഹൃത്തുക്കളെ? ഹിമാചലും സിവാലിക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഹിമാദ്രി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹിമാദ്രി എന്ന് പറയുന്നത് ഇന്നർ ഹിമാലയമാണ്, അല്ലെങ്കിൽ ഹിമാലയത്തിന് അകത്തുള്ള ഒരു പോർഷനാണ്, അല്ലെങ്കിൽ ഹിമാലയത്തിന് ഉള്ളിൽ വരുന്ന ഒരു പോർഷനാണ് നമുക്ക് പറയാം അല്ലേ. അതുകൊണ്ടാണ് അതിനെ ഇന്നർ ഹിമാലയം എന്ന് പറയുന്നത്. ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയം എന്ന് ഹിമാദ്രിയെ പറയാൻ കാരണം വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ ഒരു ഹിമാദ്രിയുടെ പോർഷനിലാണ് ഏറ്റവും കൂടുതൽ ഉയരമുള്ള കൊടുമുടികളൊക്കെ കാണപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേറ്റർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടുതൽ മാർക്കാണ് ഹിമാദ്രിക്കാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ആരാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാ സുഹൃത്തുക്കളെ? 6000 മീറ്റർ ആണ്. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാണ് സുഹൃത്തുക്കളെ? 6000 മീറ്റർ ആണ്. ഹിമാദ്രിയുടെ ഉപരിതലം ഗ്രാനൈറ്റ് ശിലകളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയാണ്. പഠിച്ചോളണേ, ഹിമാദ്രിയുടെ ഉപരിതലം ഗ്രാനൈറ്റ് ശിലകളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി പർവ്വതനിരയിലാണ്. പഠിച്ചോളണേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയുടെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രി പർവ്വതനിരയുടെ ഭാഗമാണ്. ഹിമാദ്രി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ് ഗംഗയും ബ്രഹ്മപുത്രയും. പ്രീവിയസ് ചോദ്യമാണ് പറഞ്ഞത് ഹിമാദ്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളെ എന്ന് ചോദിച്ചാൽ അത് ഗംഗയും ബ്രഹ്മപുത്രയുമാണ്. 8000 മീറ്ററിന് മുകളിലുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഹിമാദ്രിയുടെ ശരാശരി ഉയരമാണ് നമ്മൾ 6000 മീറ്റർ എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാദ്രിയാണ് കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്.
ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ 8,000 മീറ്ററിന് മുകളിലുള്ള നിരവധി കൊടുമുടികളാൽ സമ്പുഷ്ടമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാദ്രിയിലെ പ്രധാന കൊടുമുടികൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം, അന്നപൂർണ, നന്ദാദേവി, ധൗലഗിരി ഇവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഈ കൊടുമുടികൾ തന്നിട്ട് ഇത് ഏത് മലനിരയുടെ ഭാഗമാണെന്ന് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ വെച്ചങ്ങ് പഠിക്കണം. ഹിമാദ്രിയിലെ പ്രധാന കൊടുമുടികൾ ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം, അന്നപൂർണ, നന്ദാദേവി, ധൗലഗിരി. ഇനി ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ കോഡ് ഇത്രയേ ഉള്ളൂ. ഹിമാദ്രി നേക്കഡ് ആണ് എന്നങ്ങ് പഠിക്കുക. ഹിമാദ്രി നേക്കഡ് ആണ് എന്നങ്ങ് പഠിക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സുഹൃത്തുക്കളെ. ഹിമാദ്രി നേക്കഡ് ആണ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹിമാദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാദ്രി പർവ്വത നിരയെ നമ്മൾ സൂചിപ്പിക്കുന്നു. ഓക്കെയാണ്. ഹിമാദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാദ്രി പർവ്വത നിരയെ നമ്മൾ സൂചിപ്പിക്കുന്നു. നേക്കഡിന്റെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നംഗപർവ്വതവും നന്ദാദേവിയും മറക്കല്ലേ. നേക്കഡിന്റെ എൻ എന്തിനെ സൂചിപ്പിക്കുന്നു? നംഗപർവ്വതത്തെയും നന്ദാദേവി പർവ്വതനിരയെയും സൂചിപ്പിക്കുന്നു. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നപൂർണയെ സൂചിപ്പിക്കുന്നു. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നപൂർണയെ സൂചിപ്പിക്കുന്നു. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ചൻജംഗയെ സൂചിപ്പിക്കുന്നു. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ചൻജംഗയെ സൂചിപ്പിക്കുന്നു. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറസ്റ്റിനെ സൂചിപ്പിക്കുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറസ്റ്റിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൗലാഗിരിയെ സൂചിപ്പിക്കുന്നു. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൗലാഗിരിയെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ കോഡ് ഇത്രയേ ഉള്ളൂ. ഹിമാദ്രിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കൊടുമുടികൾ PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. അതുകൊണ്ട് അവയെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ഹിമാദ്രി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൊടുമുടികൾ പഠിക്കാനായിട്ട് നമ്മുടെ കോഡ് എന്താണ്? ഹിമാദ്രി നേക്കഡ് ആണ് എന്നങ്ങ് പഠിക്കുക. ഹിമാദ്രി നേക്കഡ് ആണ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹിമാദ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാദ്രിയും പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. നേക്കഡിന്റെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. ഒന്ന് നംഗപർവ്വതവും മറ്റൊന്ന് നന്ദാദേവിയും സൂചിപ്പിക്കുന്നു. നംഗപർവ്വതവും നന്ദാദേവിയും എന്നുപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നു. നേക്കഡിന്റെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നപൂർണ പർവ്വതനിര. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നപൂർണ പർവ്വതനിര. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ചൻജംഗ പർവ്വതനിര. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചോളേ. കാഞ്ചൻജംഗ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. അപ്പോ കാഞ്ചൻജംഗ പർവ്വതനിരയെ കെ ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നു. ഇനി നേക്കഡിന്റെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവറസ്റ്റ് ആണ്. നേക്കഡിന്റെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറസ്റ്റ് ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധൗലാഗിരിയാണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൗലാഗിരി പർവ്വതനിരയാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മൗണ്ട് എവറസ്റ്റിനെ പറ്റി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. നമുക്ക് ഏതൊരു PSC ഉദ്യോഗാർത്ഥിക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും മൗണ്ട് എവറസ്റ്റ് ആണ്. 3 പോയിന്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. ഹിമാലയൻ പർവ്വതനിരയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അതും മൗണ്ട് എവറസ്റ്റ് ആണ്. ഇനി ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത് 8,848.86 മീറ്റർ ആണ്. ഈ പോയിന്റ് ഒക്കെ വ്യക്തമായിട്ട് പഠിച്ചോളേ. ഇനിയുള്ള എക്സാമിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നത്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 8,848.86 മീറ്റർ ആണ്. അത് ഏകദേശം 29,000 അടിക്ക് തുല്യമാണ്. പഠിച്ചോളണം. മൗണ്ട് എവറസ്റ്റിന്റെ എത്ര ഫീറ്റ് അല്ലെങ്കിൽ എത്ര അടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 29,000 അടി ഉയരമുണ്ട്. പഠിക്കണം. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ 8,848.86 മീറ്റർ ആണ്. അത് ഏകദേശം 29,000 അടി ഉയരം വരും. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ ആണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ സുഹൃത്തുക്കളെ? നേപ്പാൾ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നും ഹിമാലയത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നും ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം പറഞ്ഞു കഴിഞ്ഞാൽ 8,848.86 മീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 29,000 അടിയാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ നേപ്പാൾ ആണ്. പഠിക്കുക. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് സാഗർമാത. നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് സാഗർമാത. ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് ചോമോലുഗ്മ. പഠിക്കുക. ടിബറ്റിൽ
മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് ചോമോ ലുഗ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചോമോ ലുഗ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചോമോ ലുഗ്മ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ്സ് ഓഫ് ദ മദർ ഓഫ് ദ വേൾഡ് എന്നാണ്. ഗോഡ്സ് ഓഫ് ദ മദർ ഓഫ് ദ വേൾഡ് എന്നാണ് ചോമോ ലുഗ്മ എന്ന വാക്കിനർത്ഥം. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? സാഗർമാത എന്നാണ്. ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് ചോമോ ലുഗ്മ. ചോമോ ലുഗ്മ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോഡ്സ് ഓഫ് മദർ ഓഫ് ദ വേൾഡ് എന്നാണ്. തുടക്കത്തിൽ സർവേ വകുപ്പ് എവറസ്റ്റ് നൽകിയ പേര് പീക്ക് 15 എന്നാണ്. പക്ഷെ നമ്മുടെ ആൻസർ കീ വരുമ്പോ പീക്ക് 15 എന്നായിരിക്കൂല, ചിലപ്പോ റോമൻ ലെറ്ററിലായിരിക്കും തന്നിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് പഠിക്കാന്ന് ചോദിച്ചാൽ പീക്ക് അതുപോലെ തന്നെയാണ്. ഇനി റോമൻ ലെറ്ററിൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആണ്. അതുപോലെ 5 നമ്മൾ എന്തെന്ന് പറയും? വി എന്ന് പറയും അല്ലെ. റോമൻ ലെറ്ററിൽ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 10 ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 ആണ് അല്ലെ. അപ്പോ 10ഉം 5ഉം ചേരുമ്പോ 15 ആയി. അപ്പൊ ഇങ്ങനെ ആയിരിക്കും കേട്ടോ വരുന്നത്. എക്സ് വി എന്നായിരിക്കും. പഠനാവശ്യത്തിനായിട്ട് പറഞ്ഞതാണ്. ഇത് റോമൻ ലെറ്റർ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വേണ്ടി പറഞ്ഞതാണ്. 10ഉം 5ഉം കൂടെ ചേർന്ന് 15. അപ്പൊ എക്സ് വി എന്നായിരിക്കും വരുന്നത്. അപ്പോ പീക്ക് 15 എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എവറസ്റ്റ് കൊടുമുടി തന്നെയാണ്. എവറസ്റ്റ് കൊടുമുടിക്ക് സർവേ വകുപ്പ് ആദ്യം നൽകിയ പേരായിരുന്നു പീക്ക് 15. പീക്ക് 15 മൗണ്ട് എവറസ്റ്റ് എന്ന പേരിലേക്ക് മാറ്റപ്പെട്ട വർഷം 1865. പീക്ക് 15നെ മൗണ്ട് എവറസ്റ്റ് എന്ന പേരിലേക്ക് മാറ്റപ്പെട്ട വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1865 പഠിക്കുക. 1865 ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ് എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും ആണ് കേട്ടോ. ഇതാണ് എഡ്മണ്ട് ഹിലാരി, അതുപോലെ ടെൻസിംഗ് നോർഗയും. അപ്പോ ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അവരുടെ പേരാണ് എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും. എഡ്മണ്ട് ഹിലാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡുകാരനായ ഒരു പർവ്വ ആരോഹകനാണ്. അതുപോലെ തന്നെ ടെൻസിംഗ് നോർഗ എന്ന് പറയുന്നത് നേപ്പാളി വംശജനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എവറസ്റ്റിന് താഴെ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കായിട്ടുള്ള ഷെർപ്പകളിൽ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ടെൻസിംഗ് നോർഗ എന്ന് പറയുന്നത്. ഈ എഡ്മണ്ട് ഹിലാരിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടെൻസിംഗ് നോർഗ കൂടെ പോകുന്നത്. ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ 2 വ്യക്തികളാണ്. ഒന്ന് എഡ്മണ്ട് ഹിലാരി, അദ്ദേഹം ന്യൂസിലാൻഡുകാരനായ ഒരു പർവ്വാരോഹകനാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടെ പോയത് ആരാണ്? ടെൻസിംഗ് നോർഗയാണ്. അദ്ദേഹം നേപ്പാളുകാരനായിട്ടുള്ള ഒരു ഷെർപ്പയാണ്. പഠിക്കുക. എവറസ്റ്റ് കീഴടക്കിയ വർഷം 1953 മെയ് മാസം 29-ാം തീയതി. എവറസ്റ്റ് കീഴടക്കിയ വർഷം 1953 മെയ് മാസം 29-ാം തീയതി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എവറസ്റ്റ് കീഴടക്കിയ വർഷം ചോദിച്ചാൽ 1953 മെയ് മാസം 29-ാം തീയതിയാണ്. എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മെയ് മാസം 29. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മെയ് മാസം 29-ാം തീയതിയാണ്. പഠിക്കുക. ഇനി നമുക്ക് എവറസ്റ്റ് കീഴടക്കിയ കുറച്ച് വനിതാ വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് LGS ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ പോയിന്റ്സ് പഠിക്കണം. ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. എവറസ്റ്റ് കീഴടക്കിയ വനിതകൾ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിതയാണ് ജൂങ്കോ തായ്ബെ. 1975 ഇവരൊരു ജാപ്പനീസ് വനിതയാണ്. പഠിക്കണം. ജാപ്പനീസ് പർവ്വതാരോഹകയായിട്ടുള്ള ജൂങ്കോ തായ്ബെ 1975 എവറസ്റ്റ് എന്ത് ചെയ്തു? കീഴടക്കി. അങ്ങനെ അവർ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിതയായി. കണ്ടോ, ഇതാണ് ജൂങ്കോ തായ്ബെ എന്ന് പറയുന്നത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബചേന്ദ്രി പാൽ. പഠിക്കുക. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു ചോദിച്ചാൽ അത് ബചേന്ദ്രി പാലാണ്. എവറസ്റ്റ് 2 പ്രാവശ്യം കീഴടക്കിയ ആദ്യത്തെ വനിത സന്തോഷ് യാദവ് ആണ്. കേട്ട് കഴിഞ്ഞാല് ആണുങ്ങളെ പേര് പോലെ ഇരിക്കും, വനിത തന്നെയാണ്. എവറസ്റ്റ് 2 പ്രാവശ്യം കീഴടക്കിയ ആദ്യത്തെ വനിതയായിരുന്നു ചോദിച്ചാൽ അത് സന്തോഷ് യാദവ് ആണ്. എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ ആദ്യത്തെ വനിത അരുണിമ സിൻഹയാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വികലാംഗയായിട്ടുള്ള വനിതയായിരുന്നു ചോദിച്ചാൽ അരുണിമ സിൻഹയാണ്. അവരുടെ ഒരു കാല് ഇല്ല കേട്ടോ, അവര് പൊയ്ക്കാൽ ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്? എവറസ്റ്റ് കീഴടക്കിയത്. അപ്പൊ എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ വനിതയാരെന്ന് ചോദിച്ചാൽ അത് അരുണിമ സിൻഹയാണ്. 5 ദിവസത്തിനിടെ 2 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിതയാരെന്ന് ചോദിച്ചാൽ അത് അൻഷുജാം സെൻപേ ആണ്. ആരാണ്? അൻഷുജാം സെൻപേ ആണ്. വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണത്. 5 ദിവസത്തിനിടെ 2 തവണ മൗണ്ട് എവറസ്റ്റിനെ കീഴടക്കിയ വനിതയാരെന്ന് ചോദിച്ചാൽ അത് അൻഷുജാം സെൻപേ ആണ്. അൻഷുജാം സെൻപേ ആണ്. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്നറിയപ്പെടുന്നത് മാലാവത് പൂർണ്ണയാണ്. പഠിച്ചോളനെ, മാലാവത് പൂർണ്ണയാണ് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, എവറസ്റ്റ് കീഴടക്കിയ വനിതാ രത്നങ്ങളെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകും. വ്യക്തമായിട്ട് പഠിക്കുക. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിതയാരെന്ന് ചോദിച്ചാൽ അത് ജൂങ്കോ തായ്ബെ. വർഷം 1975. ഇവർ ഒരു
ജാപ്പനീസ് വനിതയായിരുന്നു, അല്ലെങ്കിൽ ജാപ്പനീസ് പർവ്വതാരോഹിയായിരുന്നു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാലാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ബചേന്ദ്രി പാലാണ്. എവറസ്റ്റ് 2 പ്രാവശ്യം കീഴടക്കിയ ആദ്യത്തെ വനിത സന്തോഷ് യാദവ് ആണ്. എവറസ്റ്റ് 2 പ്രാവശ്യം കീഴടക്കിയ ആദ്യത്തെ വനിത എന്നുള്ള ബഹുമതി ആർക്കാണ്? സന്തോഷ് യാദവിനാണ്. എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ വനിത ആരെന്ന് ചോദിച്ചാൽ അത് അരുണിമ സിൻഹയാണ്. എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ വനിത ആരാണ്? അരുണിമ സിൻഹയാണ്. 5 ദിവസത്തിനിടെ 2 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത അൻഷുജാം സെൻപയാണ്. 5 ദിവസത്തിനിടെ 2 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്നറിയപ്പെടുന്നത് മാലാവത് പൂർണ്ണയാണ്. ആരാണ്? മാലാവത് പൂർണ്ണയാണ്. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാ സുഹൃത്തുക്കളെ? മാലാവത് പൂർണ്ണയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് കാഞ്ചൻജംഗ കൊടുമുടി അല്ലെങ്കിൽ കാഞ്ചൻജംഗ പീക്കിനെ പറ്റി. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. 1ാം സ്ഥാനം നമ്മൾ പറഞ്ഞു മൗണ്ട് എവറസ്റ്റ്. സ്വാഭാവികമായും നമുക്കുണ്ടാവുന്ന സംശയമാണ് 2ാമത്തേത് എന്ന്. അതാണ് മൗണ്ട് K2. ഏതാണ്? മൗണ്ട് K2. അവന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടല്ലോ സുഹൃത്തുക്കളെ. അറിയാവുന്ന സുഹൃത്തുക്കൾ അതൊന്ന് കമന്റ് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. 1ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് ആണ്. 2ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മൗണ്ട് K2 ആണെന്ന്. മൗണ്ട് K2നെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതെന്ന് സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഒരുപാട് തവണ സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളതും മൈനസ് മാർക്ക് നേടിക്കൊടുത്തിട്ടുള്ളതുമായ പോയിന്റ് ആണ് പറഞ്ഞത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. പൂർണ്ണമായും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിനും കാഞ്ചൻജംഗയുടെ മേലെ അവകാശം പറയാൻ പറ്റില്ല. അപ്പോ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് K2 ആയിട്ട് മാറും കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് K2 ആണ്. പക്ഷെ മൗണ്ട് K2 നമുക്കറിയാം കാരക്കോറം പർവ്വതനിരയുടെ ഭാഗമാണ്. കാരക്കോറം പർവ്വതനിര എന്ന് പറയുമ്പോഴത്തേക്കും അത് കടന്നു പോകുന്നത് ഏത് വഴിയാ സുഹൃത്തുക്കളെ? നമ്മുടെ POK വഴിയാണ്, അല്ലെങ്കിൽ പാക് ഒക്കുപൈഡ് കാശ്മീർ വഴിയാണ്. ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിന്റെ ഭാഗമായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൗണ്ട് K2 പൂർണ്ണമായും ഇന്ത്യയിലാണെന്ന് പറയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് തർക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് തർക്ക ഇന്ത്യയിലെ അല്ലെന്നുണ്ടെങ്കിൽ പറയും വെറുതെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മൗണ്ട് K2ലേക്ക് പോകും. എന്നാൽ തർക്കരഹിത ഇന്ത്യയിലെന്നോ അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലെത്തണം കാഞ്ചൻജംഗയിലേക്ക്. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട സുഹൃത്തുക്കളെ. ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പോകുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് PSC ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മൗണ്ട് K2 ആണ്. ഇല്ലെങ്കിൽ PSC ചോദിക്കും തർക്ക ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും അത് മൗണ്ട് K2 ആണ്. ഇനി കാഞ്ചൻജംഗ എവിടെയാണ് ഉത്തരമായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു രാജ്യത്തിന് അവകാശം പറയാൻ പറ്റൂല. പൂർണ്ണമായിട്ടും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പർവ്വതനിരയാണ് നമ്മുടെ കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തർക്കരഹിത ഇന്ത്യയിലെ ഒരു തർക്കവും ഇല്ല മറ്റു രാജ്യങ്ങളുമായിട്ട്. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നതും കാഞ്ചൻജംഗയാണ്. പഠിക്കുക. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ്. വീണ്ടും കൺഫ്യൂഷൻ വന്നു. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. മിക്കുള്ളവർക്കും ആൻസർ തെറ്റാൻ കാരണം ഉത്തരത്തിനകത്ത് മൗണ്ട് K2 കാണും. മൗണ്ട് K2 ഒരിക്കലും ഹിമാദ്രിയുടെ ഭാഗമല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മൗണ്ട് K2 എന്ന് പറയുന്നത് കാരക്കോറം പർവ്വതനിരയുടെ ഭാഗമാണ്. കാരക്കോറം പർവ്വതനിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ആരുടെ ഭാഗമാണ് സുഹൃത്തുക്കളെ? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതൊരിക്കലും ഹിമാദ്രിയുടെ ഭാഗമല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? മൗണ്ട് K2 എന്ന് പറയുന്നത് ഹിമാദ്രിയുടെ ഭാഗമല്ല. അത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള കാരക്കോറം മലനിരകളിലാണ്. അത് നമുക്ക് ആ ഭാഗത്ത് വ്യക്തമായിട്ട് പഠിക്കാം. ഇപ്പൊ ഇവിടെ പഠിക്കുക, ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗ തന്നെയാണ്. യാതൊരു മാറ്റവുമില്ല.
ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ചോദിച്ചാലും അത് കാഞ്ചൻജംഗയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാല് കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഉത്തരം ആരായിട്ട് മാറും? മൗണ്ട് K2 ആയിട്ട് മാറും. ഡൗട്ട് തീർന്നല്ലോ സുഹൃത്തുക്കളെ. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഒരു കൺഫ്യൂഷനും വേണ്ട. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരകൾ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ്. ഡൗട്ട് ഉണ്ടോ സുഹൃത്തുക്കളെ? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരകൾ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. സുഹൃത്തുക്കളെ, ഹിമാദ്രി മലനിരകളുടെ ഭാഗമാണ് കാഞ്ചൻജംഗ. ഈ ഹിമാദ്രി മലനിരകളുടെ ഒരു ഭാഗം നമ്മുടെ സിക്കിം സംസ്ഥാനത്തിന് മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ സിക്കിം സംസ്ഥാനത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന ഭാഗത്താണ് ആരിയിരിക്കുന്നത്? നമ്മുടെ പാവപ്പെട്ട കാഞ്ചൻജംഗ ഇരിക്കുന്നത്. അതുകൊണ്ട് കാഞ്ചൻജംഗ ആരുടെ ഭാഗമായി? നമ്മുടെ ഇന്ത്യയുടെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരകളുടെ ഭാഗമായുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആരാണ്? അത് കാഞ്ചൻജംഗ തന്നെയാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം സംസ്ഥാനം. നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് സിക്കിം സംസ്ഥാനമാണ്. കാഞ്ചൻജംഗയുടെ ഉയരം ചോദിച്ചാൽ 8598 മീറ്റർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാഞ്ചൻജംഗയുടെ ഉയരം എത്രയാണ്? 8598 മീറ്റർ ആണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട സുഹൃത്തുക്കളെ. ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചിരിക്കുക. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ആരെന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞത്? അത് കാഞ്ചൻജംഗയാണ്. ഒന്നാമത്തെ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. സ്വാഭാവികമായി നമുക്കുണ്ടാവുന്ന സംശയമാണ് രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന്. അതിന്റെ ഉത്തരമാണ് മൗണ്ട് K2. ഈ മൗണ്ട് K2 എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ കാരക്കോറം മലനിരകളാണ്. അത് ഭാഗമാണ്. ഹിമാലയൻ മലനിരകളുടെ ഭാഗമായിട്ടുള്ള കാരക്കോറം മലനിരകളിലാണ്. ഈ കാരക്കോറം മലനിരകൾ ആരുടെ ഭാഗം എന്ന് ചോദിച്ചാൽ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതില് ഹിമാദ്രി, ഹിമാചലും, സിവാലിക്കും ഒന്നുമില്ല. ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗമാണ് ഹിമാലയത്തിന്റെ. ഓക്കെ ആണ്. അത്രയുമായി. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഇനി PSC ഒന്നും ചോദിക്കുന്നില്ല, പൂർണ്ണമായും ഇന്ത്യയിലൊന്നും ചോദിക്കുന്നില്ല, വെറുതെ ചോദിക്കുവാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മൗണ്ട് K2 പോകും. കൺഫ്യൂഷൻ ഇല്ലേ? അടുത്തതായി പറഞ്ഞ എന്താണ്? ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കാഞ്ചൻജംഗയാണ്. കാരണം എന്താ സുഹൃത്തുക്കളെ? മൗണ്ട് K2 ഹിമാദ്രിയുടെ ഭാഗമല്ല, അത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗം. അത് വേറൊരു സൈഡാണ്. അവനെ നമ്മൾ കളഞ്ഞു. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ആരെന്ന് ചോദിച്ചാൽ അപ്പോ കാഞ്ചൻജംഗയാണ്. ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മൗണ്ട് എവറസ്റ്റ് ആണ്. അവിടെ കൺഫ്യൂഷൻ കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ്. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വെറുതെ PSC ചോദിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? അത് മൗണ്ട് K2 ആണ്. എന്നാൽ PSC എടുത്ത് ചോദിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതേ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിട്ട് വരും? കാഞ്ചൻജംഗയായിട്ട് വരും. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ്. തർക്കരഹിത, തർക്കമില്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. കാരണം അതിന് ഒരുത്തനും അവകാശം പറയാൻ പറ്റൂല. നമ്മുടെ സിക്കിം സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അവനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇന്ത്യ. എന്നാൽ ഇവിടെ വരുന്ന കൺഫ്യൂഷൻ ആണ് തർക്ക ഇന്ത്യയിലെ എന്ന് പറഞ്ഞ് PSC ചോദിച്ചിട്ടുണ്ട്. തർക്ക ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാകുമ്പോൾ അത് വീണ്ടും ആരിലേക്ക് പോകും? മൗണ്ട് K2 പോകും. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ മൗണ്ട് K2 ഇരിക്കുന്ന കാരക്കോറം മലനിര എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ അവകാശവാദം പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പറയും മൗണ്ട് K2 ഇന്ത്യക്കുള്ളതാണെന്ന്, പാകിസ്ഥാൻ പറയും മൗണ്ട് K2 പാകിസ്ഥാൻ ഉള്ളതാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നെ പഠിക്കുന്നത്. തർക്കരഹിത ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. കാരണം എന്താ സുഹൃത്തുക്കളെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൗണ്ട് K2 എന്ന് പറയുന്നത് ഹിമാദ്രി മലനിരകളുടെ ഭാഗമല്ല, അവൻ കാരക്കോറം മലനിരകളുടെ ഭാഗം അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അവന് ഹിമാദ്രിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ പിന്നെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആരായിരിക്കും? കാഞ്ചൻജംഗയായിരിക്കും. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം സംസ്ഥാനം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാഞ്ചൻജംഗയുടെ ഉയരം സുഹൃത്തുക്കൾ പഠിച്ചുകൊണ്ട് പോവുക 8598 മീറ്റർ അല്ലെങ്കിൽ 8598 മീറ്റർ ആണ് പഠിക്കുക. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്ദാദേവിയാണ്.
പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് നന്ദാദേവിയാണ്. നന്ദാദേവിയുടെ ഉയരം 7817 മീറ്റർ ആണ്. 7817 മീറ്റർ ആണ്. ഇനി PSC ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാലും ഓട്ടോമാറ്റിക്കലി ആൻസർ ആരിലെത്തും സുഹൃത്തുക്കളെ? നന്ദാദേവിയിലെത്തും. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് അറിയപ്പെടുന്നത് മൗണ്ട് കേറ്റു ആണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് നമ്മൾ പറഞ്ഞു ആരാണ്? കാഞ്ചൻജംഗയാണ്. മൂന്നാം സ്ഥാനത്ത് അപ്പോൾ ആരാണ്? നന്ദാദേവിയാണ്. എന്താണ്? നന്ദാദേവിയാണ്. പഠിക്കുക. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ സുഹൃത്തുക്കളെ? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ആരെന്ന് ചോദിച്ചാൽ നന്ദാദേവിയാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും നന്ദാദേവിയാണ്. നന്ദാദേവിയുടെ ഉയരം 7817 മീറ്റർ ആണ്. നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. പഠിച്ചോളണം. നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ദയാമീർ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗപർവ്വതം. ദയാമീർ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ചോദിച്ചാൽ അത് നംഗപർവ്വതമാണ്. നംഗപർവ്വതത്തിന്റെ ഉയരം 8126 മീറ്റർ ആണ്. നംഗപർവ്വതത്തിന്റെ ഉയരം 8126 മീറ്റർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു രാജ്യത്തിനും തർക്കം പറയാൻ പറ്റാത്ത രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ നന്ദാദേവി. അപ്പൊ ഒന്നാം സ്ഥാനം ആരാണ്? കാഞ്ചൻജംഗ. രണ്ടാം സ്ഥാനം നന്ദാദേവി. ഇനി ഒന്നും പറയുന്നില്ല, വെറുതെ PSC ചോദിക്കുകയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി എന്ന് മാത്രമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉത്തരം ആരിലേക്ക് വരും? നന്ദാദേവിയിലേക്ക് വരും. അപ്പോ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടികൾ 1, 2, 3 സ്ഥാനം പറയട്ടെ സുഹൃത്തുക്കളെ. ഒന്നാം സ്ഥാനം മൗണ്ട് കേറ്റോ, രണ്ടാം സ്ഥാനം കാഞ്ചൻജംഗ, മൂന്നാം സ്ഥാനം ആരാണ്? നന്ദാദേവിയാണ്. നന്ദാദേവിയുടെ ഉയരം 7817 മീറ്റർ ആണ്. നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ദയാമീർ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗപർവ്വതം. നംഗപർവ്വതത്തിന്റെ ഉയരം 8126 മീറ്റർ ആണ്. പഠിക്കുക. ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പാമീർ. ഇച്ചിരി മാറി നമ്മൾ പറയാൻ പോവുകയാണെ. ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പാമീർ പർവ്വതനിര. കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാനാണ്. കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാനാണ്. ഇസ്മയിൽ സോമോനി എന്നറിയപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസം കൊടുമുടിയാണ്. ഇസ്മയിൽ സോമോനി എന്നറിയപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസം കൊടുമുടിയാണ്. ദക്ഷിണ ഭൂട്ടാനെയും ഇന്ത്യയെയും തമ്മിൽ വേർതിരിക്കുന്ന ഹിമാലയത്തിന്റെ കീഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നദിയാണ് മനാസ് നദി. പഠിച്ചോളനെ. ദക്ഷിണ ഭൂട്ടാനെയും ഇന്ത്യയും വേർതിരിക്കുന്ന ഹിമാലയത്തിന്റെ കീഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മനാസ് നദി. പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്. ദക്ഷിണ ഭൂട്ടാനെയും ഇന്ത്യയെയും വേർതിരിക്കുന്ന ഹിമാലയത്തിന്റെ കീഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നദിയാണ് മനാസ് നദി. ഒന്നുകൂടി പറയാം. ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പാമീർ പർവ്വതനിര. കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാനാണ്. ഇസ്മയിൽ സോമോനി എന്നറിയപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസം കൊടുമുടിയാണ്. ദക്ഷിണ ഭൂട്ടാനെയും ഇന്ത്യയെയും വേർതിരിക്കുന്ന ഹിമാലയത്തിന് കീഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നദി മനാസ് നദിയാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മൾ ഹിമാദ്രിയുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. സുഹൃത്തുക്കൾക്ക് ഈ ഭാഗം വ്യക്തമായി മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഹിമാദ്രിയിലെ പ്രധാനപ്പെട്ട കൊടുമുടികൾ പഠിക്കാനായിട്ട് നമ്മുടെ ഈസി കോഡ് ഉപയോഗിക്കുക. കോഡ് ഉപയോഗിക്കുന്ന സമയത്ത് 2-3 തവണ ആവർത്തിച്ച് എഴുതി തന്നെ കോഡ് പഠിക്കാൻ ശ്രമിക്കുക. എക്സാം ഹാളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.